നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ഇൻവെസ്റ്ററിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് പല അസറ്റ് ക്ലാസ്സുകളുണ്ട്. അതിൻ്റെ അകത്ത് ബോണ്ടുകൾ ഉൾപ്പെടും. അതുപോലെ തന്നെ നമുക്ക് ലോങ് ടൈമിലേക്ക് സ്റ്റോക്കുകൾ ഉൾപ്പെടും, മ്യൂച്വൽ ഫണ്ടുകൾ ഉൾപ്പെടും, ഇക്വിറ്റി മാർക്കറ്റ് ഉൾപ്പെടും. അതുപോലെ തന്നെ നമുക്ക് ഗോൾഡ് പോലെയുള്ള കമ്മ്യൂണിറ്റി അസറ്റുകൾ ഉൾപ്പെടും. വേണമെങ്കിൽ നമുക്ക് ബിറ്റ്കോയിനോ അല്ലെങ്കിൽ ഇത്തീരിയം പോലെയുള്ള ക്രിപ്റ്റോ കറൻസികളും ഉൾപ്പെടുത്താൻ സാധിക്കും. ഇൻ്റർനാഷണൽ സ്റ്റോക്കുകൾ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ മെയിനായിട്ട് ഇപ്പം ആദ്യം തന്നെ ഞാൻ ചാർട്ട് നിഫ്റ്റിയുടെ ഞാനൊന്ന് ഓപ്പൺ ആക്കാം. ഇക്വിറ്റി മാർക്കറ്റിൻ്റെ ആ ഒരു ചാർട്ട് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കുവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 5 ഇയർ ടൈം പീരീഡിൽ ഞാൻ ഓപ്പൺ ആക്കുവാണ്. അപ്പം നമുക്കറിയാം ഓൾ ടൈം ഹൈ ഈ ഒരു റേഞ്ചിലാണ് വന്നത്, ഈ ഒരു ലെവലാണ് നിൽക്കുന്നത്. ഈ ഒരു ലെവലിൽ 26 എന്നുള്ള 26, 300 എന്നുള്ള ലെവലിലാണ് നിന്നത്. അതിനുശേഷം ഇപ്പോൾ 24, 300ലാണ് നിൽക്കുന്നത്. ചെറിയ രീതിയിലൊരു ഡിപ്പിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഗോൾഡിൻ്റെ ചാർട്ട് ഓപ്പൺ ആക്കാം. അപ്പോൾ ഞാനിവിടെ ഗോൾഡിൻ്റെ ചാർട്ട് ഓപ്പൺ ആക്കുന്നുണ്ട്. ഇപ്പോൾ ഗോൾഡിൻ്റെ ചാർട്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് 1 ഇയർ ചാർട്ട് ഇട്ടു. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ അത്യാവശ്യം ഒരു ഡിപ്പിലാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാലും വലിയൊരു ഡിപ്പ് എന്ന് പറയാനില്ല. ഇപ്പം ഇതിന് മുമ്പ് ഒരു അവസരങ്ങൾ ഉണ്ടായിരുന്നു, ഗോൾഡിൽ ഒരു ഡിപ്പായിരുന്നു കിടന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. നമുക്ക് ക്രിപ്റ്റോയിലിട്ടും കൂടെ ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ ക്രിപ്റ്റോയിലായിട്ട് വരുമ്പോഴത്തേനും ഞാനിവിടെ CoinDCX എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ പ്ലാറ്റ്ഫോം വേണമെങ്കിൽ യൂസ് ചെയ്യാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊരു വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. FIU രജിസ്റ്റേർഡ് പ്ലാറ്റ്ഫോമാണ്. ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ ക്യാപിറ്റൽ അല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. മറിച്ച് നമ്മുടെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ ഒരു 10-15%, ഞാനൊരു 10%ഒക്കെയാണ് ഞാൻ വെക്കാറുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ കോയിൻസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ BTC, ഞാനിവിടെ ബിറ്റ്കോയിൻ്റെ ചാർട്ട് ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്താണ്, ഈ ഒരു ലെവലിൽ നിന്ന് 1.24, 1.26 എന്നുള്ള ലെവലിൽ നിന്ന് 1,26,000 എന്ന ലെവലിൽ നിന്ന് ഇപ്പോൾ $62,000 ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 50% ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആരും ഇങ്ങനെയുള്ള അസറ്റ് ക്ലാസ്സുകാരെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറില്ല. ഇവിടെ നിന്ന് തിരിച്ചു പോകുമോ, ഇന്ന് പോകുമോ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ പോകുന്നൊന്നും അറിയത്തില്ല. എങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള അസറ്റ് ക്ലാസ്സിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസ്കൗണ്ടിലാണ് കൺസിഡർ ചെയ്യേണ്ടത്. എങ്കിലാണ് നമുക്ക് നല്ലൊരു ഗ്രോത്ത് കിട്ടത്തുള്ളൂ. അല്ലാതെ ടോപ്പിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു രീതിയിലും കാര്യമില്ല. ഇങ്ങനെയുള്ളിടത്ത് നമുക്ക് SIPകൾ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം ചെറിയ രീതിയിൽ. അപ്പോൾ ഇൻ കേസ് താഴോട്ടാണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് SIP ചെയ്ത് ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും തിരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിട്ടേൺ കിട്ടും. ഇതിനു മുമ്പായിട്ടാണെങ്കിലും നമുക്ക് ഇവിടുത്തെ പാറ്റേൺസ് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇങ്ങനെ വലിയൊരു ഡിപ്പ് ഉണ്ടാക്കി അവിടെ നിന്ന് ഇങ്ങനെ U ഷേപ്പിൽ റിക്കവറിയാണ് വന്നത്. ഇവിടെയും ഇതുപോലെ തന്നെ താഴെ വന്ന് ഒരു ബോട്ടം ഉണ്ടാക്കി ചിലപ്പോൾ ഇവിടെ നിന്നൊരു U ഷേപ്പ് വന്ന് റിക്കവറി തന്നേക്കാം. അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കുന്ന ലെവൽ വളരെ ചെറുതായിരിക്കണം. ഒറ്റയടിക്ക് ഇപ്പോൾ ഇന്ന് ഇട്ടു എന്ന് പറഞ്ഞാൽ നാളെ പ്രോഫിറ്റ് കിട്ടാനൊന്നും പോകുന്നില്ല. അപ്പോൾ ചെറിയ രീതിയിൽ SIP എന്നുള്ള രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഗുണം ചെയ്തേക്കാം. ഇത് ഞാനൊരിക്കലും ഇതിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി ഒരു അഡ്വൈസോ കാര്യങ്ങളോ ഒന്നും അല്ല തരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ മാർക്കറ്റിൽ ആരും ഡിസ്കസ് ചെയ്യാതെ കിടക്കുന്ന അവസരങ്ങളുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിലാണ് ശരിക്കും നമുക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇവിടെയും നമുക്ക് ട്രെൻഡ് ലൈൻ ഇങ്ങനെ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കട്ട് ചെയ്തിട്ടാണ് റാലി ചെയ്തത്. ഇവിടെയും കട്ട് ചെയ്തിട്ടാണ് റാലി വന്നത്. ഇവിടെയും കട്ട് ചെയ്തിട്ടാണ് റാലി ചെയ്തത്. ഞാനിവിടെ ട്രെൻഡ് ലൈൻ വേണമെങ്കിൽ ഒന്ന് ഡ്രോ ചെയ്യാം. ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരയ്ക്കാം. കണ്ടോ, ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈനെ കട്ട് ചെയ്തിട്ടാണ് പിന്നെ റാലി വന്നത്. ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈനെ കട്ട് ചെയ്തിട്ടാണ് റാലി വന്നത്. ഇവിടെയും ട്രെൻഡ് ലൈനൊക്കെ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെയും ഒരു ട്രെൻഡ് ലൈൻ, ഇവിടെ ഒരു ബ്രേക്കൗട്ട് തന്നിരുന്നു, പക്ഷേ അത് ഒറിജിനൽ ബ്രേക്കൗട്ട് അല്ലായിരുന്നു, ഫാൾസ് ആയിരുന്നു. അപ്പം ഒരുപക്ഷെ ഇവിടെ നിന്ന് വീണ്ടും അടുത്ത താഴോട്ട് പോയേക്കാം.
അതിനുശേഷം ട്രെൻഡ് ലൈൻ ബ്രേക്ക് തരുന്ന സമയത്ത് ചിലപ്പോൾ തിരിച്ച് റാലി തന്നേക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അനാലിസിസ്. അപ്പോൾ നമുക്കിവിടെ ബിറ്റ് കോയിൻ മാത്രമല്ല ബാക്കിയുള്ള കോയിൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെയിറ്റേജ് കൂടുതൽ ഏറ്റവും വലിയ കോയിൻസിൽ തന്നെ ഇടുന്നതായിരിക്കും നല്ലത്. ഇതല്ലാതെ ബാക്കിയുള്ള കോയിൻസും നമുക്ക് അവൈലബിൾ ആണ്. എക്സാമ്പിളായിട്ട് നമുക്ക് കോയിൻസിൽ ഈ ബിറ്റ് കോയിൻ ഇപ്പം 50% ഡിസ്കൗണ്ടിൽ നിൽക്കുന്ന സമയത്ത് ബാക്കിയുള്ള കോയിൻസ് ഇതിലും ഡിസ്കൗണ്ടിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നമ്മൾ ഇത്തീരിയം പോലെയുള്ള കോയിൻസ് ഉണ്ട്. ഇത്തീരിയം പോലെയുള്ള കോയിൻസ് ഇങ്ങനെ ഇവിടെ ഒരു ബോട്ടം ഉണ്ടാക്കി ആ ഒരു ലെവലിൽ നിന്നാണ് റിവേഴ്സിൽ വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു ഏകദേശം ആ ഒരു ലെവലിൽ തന്നെയൊക്കെയാണ് ഇപ്പോഴത്തെ പ്രൈസ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ 5000 എന്നുള്ള ലെവലിൽ നിന്ന് $1882 നിൽക്കുന്നത്. ഇവിടെ 50%-ത്തിലും താഴെയാണ്. 50 അല്ല 60-70% ഡിപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഓൾ ടൈം ഹൈയിൽ നിന്ന്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് മറ്റ് കോയിൻസും കാണാൻ സാധിക്കും. ഇപ്പോൾ സൊളാന ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. അപ്പം വലിയ കോയിൻസ് എത്ര താഴെ വരുന്നോ അതിൽ കൂടുതൽ ചെറിയ കോയിൻസ് വീഴുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. ഇവിടെ $279, $280, $300 എന്നുള്ള ലെവലിൽ നിന്ന് $300 എന്നുള്ള ലെവലിൽ നിന്ന് ഇപ്പം $75. അപ്പം അത് നമുക്ക് എത്ര 75% ഡിപ്പിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെയുള്ള ഹൈയിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ആർക്കും വലിയ റിട്ടേൺ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ലോയിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്കാണ് ശരിക്കും വലിയ റിട്ടേൺസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റിസ്ക് ഉണ്ട്, വളരെ വലിയ റിസ്ക് ഉണ്ട്, അതുപോലെ തന്നെ വലിയ വലിയ റിവാർഡും ഉണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ നമ്മുടെ ടോട്ടലായിട്ട് നല്ല രീതിയിൽ ഡൈവേഴ്സിഫൈ ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. മ്യൂച്വൽ ഫണ്ടിലും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലും ഗോൾഡിലും ബോണ്ടുകളിലും ഒക്കെ ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടി ക്രിപ്റ്റോ കറൻസിക്ക് ഒരു പോർഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഡിപ്പുകൾ എൻട്രി എടുക്കുന്നതാണ് കൂടുതലായിട്ട് നമുക്ക് ലാഭം അല്ലെങ്കിൽ ബെനിഫിറ്റ് കിട്ടാനും ചാൻസ്. അതുപോലെ തന്നെ റിസ്ക് കുറവും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എടുക്കുമ്പോഴാണ് വരുന്നത്. കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലിവറേജ് ചെയ്ത് ഫ്യൂച്ചറിലൊക്കെ ഒരുപാട് പൊസിഷൻ എടുത്ത് വെക്കാതിരിക്കുക. വളരെ ചെറിയ ചെറിയ പോയിന്റുകൾ ചെറിയ ചെറിയ ലെവലിൽ ആഡ് ചെയ്യാൻ നോക്കുക. അപ്പം ഇത് എൻ്റെ ഒരിക്കലും ബിറ്റ് കോയിനിലുള്ള ഒരു റെക്കമെൻഡേഷൻ അല്ല, ക്രിപ്റ്റോ കറൻസിയിലുള്ള റെക്കമെൻഡേഷൻ അല്ല. ഈ ഒരു പ്ലാറ്റ്ഫോം FIU രജിസ്റ്റേർഡ് പ്ലാറ്റ്ഫോമാണ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. താല്പര്യമുണ്ടെങ്കിൽ ഇതിനകത്ത് അക്കൗണ്ട് ഓപ്പൺ ആക്കി നിങ്ങൾക്ക് ചെയ്യാം. സ്വന്തം റിസ്കിൽ മാത്രം എൻട്രി എടുക്കുക. ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ പല അസറ്റ് ക്ലാസ്സുകളുണ്ട്. ആരും ഡിസ്കസ് ചെയ്യാതെ കിടക്കുന്ന അസറ്റ് ക്ലാസ്സുകൾ വിലക്കുറവിൽ വരുന്ന സമയത്ത് എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസസ് ഉള്ളതുകൊണ്ടായിരിക്കും അത് താഴെ കിടക്കുന്നത്. അങ്ങനെയുള്ള അസറ്റുകൾ വാല്യുവേഷൻ കണ്ടെത്തി എൻട്രി എടുക്കുകയാണെങ്കിൽ അത് ഫണ്ടമെൻ്റലി സ്ട്രോങ് കൂടിയാണെങ്കിൽ നമുക്ക് നല്ല റിട്ടേൺ റിസ്ക് കുറഞ്ഞ് നമുക്ക് കിട്ടും. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ ബിറ്റ് കോയിനിൽ റിസ്ക് ഇല്ലെന്നല്ല, ക്രിപ്റ്റോ കറൻസിയിൽ റിസ്ക് ഇല്ലെന്നല്ല, നല്ല രീതിയിൽ റിസ്ക് ഉള്ള ഒരു അസറ്റ് ക്ലാസ് തന്നെയാണ് ക്രിപ്റ്റോ കറൻസി, ബിറ്റ് കോയിന്. ഇതെല്ലാം ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ചെറിയ ക്വാണ്ടിറ്റി വളരെ ചെറിയ രീതിയിൽ SIP ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഫ്യൂച്ചറിൽ റിട്ടേൺ കിട്ടിയേക്കാം. ഓക്കെ, താങ്ക് യു.